ചൂടുള്ളൊരു വസ്തുവിൻ്റെ മുകളിൽ നമ്മുടെ കൈ വയ്ക്കുക എന്ന് വിചാരിക്കുക. എത്ര നേരം നമുക്ക് വയ്ക്കുവാൻ സാധിക്കും? കുറച്ച് നേരം പോലും വയ്ക്കുവാൻ സാധിക്കില്ല. പെട്ടെന്ന് നാം കൈയെടുക്കും. അതേസമയം നാം ഇഷ്ടപ്പെടുന്ന, നാം സ്നേഹിക്കുന്ന ഒരു പ്രത്യേക അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയ ഒരു ബോയോ അല്ലെങ്കിൽ ഗേളോ അവരോടൊപ്പം സമയം ചെലവഴിക്കുക എന്ന് വിചാരിക്കുക. എത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും? കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമല്ലേ? അപ്പോൾ ഇതാണ് ന്യൂട്ടൺ റിലേറ്റിവിറ്റിയെക്കുറിച്ച് പറഞ്ഞത്. ഒരേ സമയം തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് വളരെ രസകരമായും ആസ്വാദികരമായും അനുഭവപ്പെടും. ചില കാര്യങ്ങൾ നമുക്ക് വളരെയധികം അരോചകവും ഒപ്പം തന്നെ ബുദ്ധിമുട്ടുമുള്ളതുമായി തോന്നും. ഇതാണ് റിലേറ്റിവിറ്റിയെക്കുറിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇക്കിഗായ് എന്ന ഹാബിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ടാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് പറയുന്നതാണ് ഫ്ലോ എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന ജോലിയിൽ മുഴുകിയിരിക്കുവാൻ സാധിക്കുക. ഇതിനെ ഒപ്റ്റിമൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സൈക്കോളജി ഓഫ് ഒപ്റ്റിമൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. ഞങ്ങൾ പല പുസ്തകങ്ങൾ പരിചയപ്പെടുന്നു. സിക്സ് സെൻറ്റിൻ ഹായിൽ എന്ന് പറയുന്ന ഒരാളാണ് ഈ പുസ്തകം എഴുതിയത്. ദ സൈക്കോളജി ഓഫ് ഒപ്റ്റിമൽ എക്സ്പീരിയൻസ്. ഏറ്റവും മികച്ച ഫോക്കസ്ഡായി ഇമ്മേഴ്സ്ഡായി ഒരു ഫ്ലോ സ്റ്റേറ്റിൽ നമുക്ക് ഇരിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഫ്ലോ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് ഇത് വളരെ ആവശ്യമാണ്. നാം ഈ കോഴ്സിൻ്റെ ഭാഗമായി ഇത് മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കുക, പ്രശസ്തി ഉണ്ടാക്കുക, അസറ്റ്സ് ഉണ്ടാക്കുക എന്നതോടൊപ്പം തന്നെ സന്തോഷവും ആരോഗ്യവും നിലനിർത്തുക. ജീവിത അവസാനം വരെ എങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും സംതൃപ്തിയോടും ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് വേണ്ടത്. നാം ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും മുഴുകി, ഏറ്റവും ഇഷ്ടത്തോടെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? അതെങ്ങനെ സാധ്യമാകുമെന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദ ഫ്ലോ ഓഫ് ഒപ്റ്റിമൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ദ സൈക്കോളജി ഓഫ് ഒപ്റ്റിമൽ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഓവൻ ഷാഫ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഈ ഫ്ലോ സ്റ്റേറ്റ് എത്തുവാൻ സാധിക്കുക. കണ്ടീഷൻസ് ഫോർ ഫ്ലോ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫ്ലോയെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാകും, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മുഴുകി തന്നെ ഇരിക്കുക. പലപ്പോഴും പല ജോലികൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പല ജോലികൾ നമുക്ക് ബോറിംഗ് ആണ്, നമുക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല. പക്ഷേ അങ്ങനെ ഒരു ജോലി കണ്ടെത്തി അതിൽ മുഴുകി ഇരിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും സെൻസ് ഓഫ് പർപ്പസും ഒപ്പം തന്നെ ഒരു പോസിറ്റീവായ ഹെൽത്തും ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഈ ഓവൻ ഷാഫർ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമാണ്. നോയിങ് വാട്ട്, എന്താണ് ഞാൻ ചെയ്യുന്നത് അതിനെക്കുറിച്ച് എനിക്കറിയാമോ? ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ, ഫ്ലോ എന്ന് പറയുമ്പോൾ നാം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. നോയിങ് വാട്ട്, എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയാമോ? നോയിങ് വാട്ട് ടു ഡു, നാം ചെയ്യാൻ പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. നാം ഹൈ പെർഫോമൻസ് ഹാബിറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് സീക്കിംഗ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്, ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടോ? പറഞ്ഞു നമ്മൾ സെറ്റിംഗ് റിലീസ് ടെൻഷൻ, സെറ്റിംഗ് ഇൻറ്റൻഷൻ എന്ന് പറയുന്ന ട്രാൻസിഷനെ മാസ്റ്റർ ചെയ്യുന്ന ഒരു ടെക്നിക്ക് നാം നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് നോയിങ് വാട്ട് ടു ഡു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു ഡു. ഈ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടോ? ഇനി ഹൗ വെൽ ആർ യു ഡൂയിങ്, ഇനി ആ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര നന്നായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇനി നാലാമത്തെ ചോദ്യമാണ് വെയർ ടു ഗോ. ഈ ടാസ്കുമായി മുന്നോട്ട് പോകുമ്പോൾ നാം എങ്ങോട്ടേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾ ആയിരിക്കുന്ന മേഖലയിൽ ഫ്ലോ കണ്ടെത്തണമെങ്കിൽ ഈ 4 ചോദ്യം സ്വയമേ ചോദിക്കുക. ഫ്ലോ ആവശ്യമാണ്. ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഇക്കിഗായി അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹാപ്പിനെസ്സും സെൻസ് ഓഫ് പർപ്പസും അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അഞ്ചാമത്തെ പറയുന്ന കാര്യമാണ് പെർസീവിങ് ചലഞ്ചസ്. ഈ ഒരു ടാസ്ക് നാം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെല്ലാം ചലഞ്ചസ് ആണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ കോഴ്സിൻ്റെ ഭാഗമായി നാം ടാസ്ക് ഷീറ്റായി ചെയ്യുന്നതാണ്. ഓരോ കാര്യങ്ങളെ ക്രാക്ക് ചെയ്ത് സോൾവ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നാം ഈ ചലഞ്ചസ് മനസ്സിലാക്കിയാണ്. പെർസീവിങ് സിഗ്നിഫിക്കൻറ്റ് ചലഞ്ചസ്, ഈ ടാസ്കുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ചലഞ്ചസ് ഏതാണ്. ഇനി 6ാമത്തെ കാര്യമാണ് പെർസീവിങ് സിഗ്നിഫിക്കൻറ്റ് സ്കിൽസ്. ഈ ഒരു ടാസ്ക് ചെയ്യാൻ നമുക്ക് വേണ്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ഏതാണ്. നാം മറ്റൊരു കോഴ്സിൻ്റെ ഭാഗമായി പറഞ്ഞതാണ് 5 ഡിസ്റ്റിങ്ക്റ്റീവ് ഫോഴ്സസ് അല്ലെങ്കിൽ 5 ബിഗ് ഫോഴ്സസ് അല്ലെങ്കിൽ 5 ബിഗ് മൂവ്സ് എന്നുള്ള പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ ടാസ്ക് ചെയ്യാൻ ആവശ്യമായ 5 സിഗ്നിഫിക്കൻറ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻറ്റ് സ്കിൽസിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടോ. ഇനി അവസാനത്തും 7ാമത്തുമായ കാര്യമാണ് ബീയിങ് ഫ്രീ ഫ്രം ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ഇല്ലാത്തൊരവസ്ഥ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവസാനമായി പറയുന്നത് ബീയിങ് ഫ്രീ ഫ്രം ഡിസ്ട്രാക്ഷൻസ്. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക്
ഫ്ലോ അച്ചീവ് ചെയ്യാണ്ട് സാധിക്കില്ല. അപ്പോൾ ഈ 7 ചോദ്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായി ഒരു സെൻസ് ഓഫ് പർപ്പസ്, മീനിങ്, പ്രൊഡക്ടിവിറ്റി, ഹാപ്പിനെസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ 7 ചോദ്യങ്ങൾ എഴുതി അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇതിന് ഈ ഫ്ലോ കണ്ടെത്താനായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്സ് ഉണ്ട്. അതും ഈ ഓൺ ഷാഫർ പറഞ്ഞതാണ്. അതേക്കുറിച്ച് അടുത്ത കോഴ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷെ 1-2 കാര്യങ്ങൾ കൂടി കൺക്ലൂഷനായിട്ട് ഇവിടെ നിങ്ങളെ സൂചിപ്പിക്കാം. ഇപ്പോൾ ഒരു ടാസ്ക് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചൂസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് സെലക്ട് ചെയ്യുക. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ലെവല് ഒരു മോഡറേറ്റ് ആയിരിക്കണം. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ് നമുക്ക് ചെയ്യാൻ തോന്നുകയില്ല. തീരെ ഡിഫിക്കൽട്ട്, ഒട്ടും ഡിഫിക്കൽട്ട് ഇല്ലാത്ത ഈസി ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നുകയില്ല. അപ്പോൾ ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്, ഒരു മീഡിയം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് നാം ഏറ്റെടുക്കേണ്ട ആവശ്യമാണ്. ഇത് പറയാൻ കാരണം, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞത് എങ്ങനെയാണ്? സംടൈംസ് ഐ റൈറ്റ് ബെറ്റർ ദാൻ ഐ ക്യാൻ. ചില സമയങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നതിനൊക്കെ നന്നായി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകൾ എടുക്കുകയാണ്. ഇനി ബ്രണ്ടൻ റസ്സലും ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കൺസിഡറേറ്റ് എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഫോർ ഡിഫിക്കൽട്ട് അച്ചീവ്മെൻറ്റ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്, കുറച്ചുകൂടി ഹൈ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് നേടാനായിട്ട് കുറച്ച് ഹൈ ആയിട്ടുള്ള കൺസിഡറേറ്റ് എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ എക്സ്പൊണൻഷ്യലായി ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ്, ഫസ്റ്റ് സ്റ്റെപ്പ്, നാം ചെയ്യുന്ന ടാസ്ക് ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ഉള്ളതാണോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നാം ചർച്ച ചെയ്യുന്ന ഇതാണ്: എങ്ങനെ ഫ്ലോ കണ്ടെത്താം, ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ സന്തോഷത്തോടെ മുഴുകിയിരുന്നുകൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനിയുള്ള ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് ഫ്ലോ കണ്ടെത്തിയ ആളുകൾ, അവരെങ്ങനെ ഫ്ലോ കണ്ടെത്തി, അതിലൂടെ എങ്ങനെയാണ് ഒരു നല്ല ജീവിതം, അല്ലെങ്കിൽ നല്ല ലൈഫും പ്രോസ്പെറിറ്റിയും ആയുർദൈർഘ്യം ഉണ്ടാക്കുവാൻ സാധിച്ചത്. തീർച്ചയായും ഈ ഫ്ലോ അച്ചീവ് ചെയ്യുക സാധിക്കട്ടെ. ലെറ്റ് us aim for 10x growth through habits.